ഇന്ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബജറ്റിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനയും ഇളവുകളും എല്ലാം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഒട്ടേറെ മാറ്റങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കേന്ദ്ര ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനമായിരുന്നു ആദായ നികുതി ഇളവ്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ട. 1 കോടി ആളുകൾക്ക് നികുതി ബാധ്യത ഒഴിവാകും എന്നാണ് കണക്ക്. ശമ്പള വരുമാനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആനുകൂല്യവും ലഭിക്കും. ഭൂനികുതിയിൽ കൈപൊള്ളുമെന്നതാണ് മറ്റൊന്ന്. 50% വരെയാണ് വർധന. ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അടിസ്ഥാനത്തിലാണ് വർധന നടപ്പാക്കുന്നത്. കോടതി ഫീസുകളും വർദ്ധിക്കുന്നുണ്ട്. മറ്റൊന്ന്, വാഹന വില വർദ്ധിക്കുമെന്നതാണ്. മാരുതി, ഹ്യുണ്ടൈ, മഹീന്ദ്ര, കിയ, ടാറ്റ തുടങ്ങിയ കമ്പനികളുടെ വാഹനങ്ങൾക്കാണ് വില കൂടുക. 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി 1350 ആകും. ഉപയോഗത്തിൽ ഇല്ലാത്ത മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച UPI അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകുമെന്നതാണ് മറ്റൊരു സുപ്രധാന മാറ്റം. 3 മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ UPI അക്കൗണ്ടിൽ നിന്ന് നീക്കും. പിന്നെ മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതിയിലെ മിനിമം ദിവസവേതനം കേരളത്തിൽ ഇന്ന് മുതൽ 369 രൂപയായി വർദ്ധിക്കും. നേരത്തെ ഇത് 346 രൂപയായിരുന്നു. ഏറ്റവും പ്രധാനം, നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മാറ്റങ്ങളാണ് ഇത്. അപ്പോൾ കരുതിയിരിക്കുക.